ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ഇഞ്ചി മിഠായിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഞ്ചി മിഠായിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ഇഞ്ചി മിഠായി തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇഞ്ചി തന്നെയാണ്. ഇഞ്ചി തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 150 ഗ്രാം അളവിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇഞ്ചി എടുത്തതിന് ശേഷം അതിൻ്റെ പുറം ഭാഗത്തുള്ള തൊലിയൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത് വേണ്ട ഒരു സ്റ്റെപ്പാണ്, നമ്മളിപ്പോൾ ഏത് ട്രെയിലേക്കാണോ ഇഞ്ചി മിഠായി സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ട്രെയിലേക്ക് ഒരു അല്പം ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നെയ്യൊക്കെ ഒന്ന് പുരട്ടി വെച്ചേക്കണം. ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നും ഇല്ല. വെറുതെ ചെറിയൊരു തട്ടയിലേക്ക് ഒരു അല്പം എണ്ണയൊക്കെ ഒന്ന് പുരട്ടി വെച്ച് കൊടുക്കണം. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സമയത്തിന് നമ്മളിപ്പോൾ അന്വേഷിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയം കൊണ്ട് നമ്മുടെ ഇഞ്ചി മിഠായി എല്ലാം കട്ടയായി പോകും. അതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ച് പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഫസ്റ്റിലേ നമ്മൾ ഈ ഒരു കാര്യം ഒന്ന് ചെയ്ത് വെച്ചേക്കണം. ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പർ ഒന്ന് ഇതിന് പുറത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ പകരം സാധാരണ വെള്ള പേപ്പർ ഉണ്ടല്ലോ, ബുക്ക് പേപ്പർ, വെള്ള പേപ്പർ, ആ വെള്ള പേപ്പറിലേക്ക് ഒരു അല്പം എണ്ണ പുരട്ടി കൊടുത്തതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുത്താലും മതിയാവും. എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും ഈസി ആയിട്ട് അതിന് ഇളകി വരും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമ്മുടെ ഇഞ്ചിയെല്ലാം ഒരു മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഒന്ന് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ മാത്രം വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് നല്ല കട്ടിക്കൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്കി കാര്യങ്ങളും കൂടി ഒന്ന് ചെയ്തെടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടതാണ്, ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വന്നിട്ട് 1 കപ്പ് നിറയെ എടുത്തിട്ടില്ല, പകരം 1/4 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാര ചേർക്കുകയാണ്. കൂടെ തന്നെ പിന്നെ അതുപോലെ നമുക്ക് വേണ്ടതാണ് ഒരു 1/4 കപ്പ് അളവിൽ ശർക്കരയും കൂടി. ഞാനിപ്പോൾ ഈ അളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത്, പൊടിച്ച ശർക്കരയാണ്. അപ്പോൾ ആ ശർക്കരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് അലിഞ്ഞു വരാനും ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ള ഈ പഞ്ചസാരയുടെയും ശർക്കരയുടെയും അളവിനുള്ള ഇഞ്ചി മിഠായിയുടെ ടേസ്റ്റ് വന്നിട്ട് ഇഞ്ചിയുടെ ടേസ്റ്റ് ആയിരിക്കും ഫ്രണ്ടിൽ ഉണ്ടാവുക. അതായത് ഇഞ്ചിക്ക് ചെറിയൊരു എരിവൊക്കെ നമ്മുടെ ഈ മിഠായി കിട്ടും. നല്ലൊരു എരിവിലാണ് കിട്ടുന്നത്. അപ്പോൾ അത്രയ്ക്കും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിലേക്ക് ഒരു 2 കപ്പോളം പഞ്ചസാര ചേർക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ലൈറ്റായിട്ടുള്ള ഇഞ്ചിയുടെ ആ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ല മധുരമായിരിക്കും ഉണ്ടാവുന്നത്. അങ്ങനെയാണ് കഴിക്കാൻ താല്പര്യമെങ്കിൽ 2 കപ്പോളം പഞ്ചസാരയും കൂടി ചേർക്കാം. ഒരുപാട് പേർക്ക് ഇന്നും യാത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നല്ല ബെസ്റ്റായിട്ടുള്ള ഒന്നാണ് ഈ ഇഞ്ചി മിഠായി എന്ന് പറയുന്നത്. ഇതിന്നൊരു പീസ് മാത്രം കയ്യിൽ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ യാത്രാ ക്ഷീണവും അതുപോലെ തന്നെ ചെറുതായിട്ടുള്ള ഈ ഛർദി ഇങ്ങനെയൊക്കെ വരുന്ന ആ ഒരു സംഭവമൊക്കെ ഇങ്ങനെ മാറാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വയറുവേദനയ്ക്കൊക്കെ വളരെ ബെസ്റ്റായിട്ടുള്ള ഒന്നാണ് ഇഞ്ചി മിഠായി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ശർക്കരയും പഞ്ചസാരയും എല്ലാം നന്നായിട്ടൊന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് അലിഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ശർക്കരയിൽ നല്ല തരിയും അതുപോലെ തന്നെ നമ്മുടെ കരിമ്പിൻ്റെ ഓലയും ഒക്കെ ഉണ്ടാവും. അതിൻ്റെ പേരിലാണ്. നമ്മുടെ ഈ ശർക്കര പാനിയെല്ലാം നന്നായിട്ടൊന്ന് അരിച്ചൊഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ സാധാരണ വെള്ളം പോലെ തന്നെയാണ് ഉണ്ടാകുന്നത്. കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ശർക്കര പാനിയെല്ലാം നന്നായിട്ടൊന്ന് കട്ടിയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചിയുടെ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. കംപ്ലീറ്റും ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് വീണ്ടും നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ ഇതിൽ നന്നായിട്ട് വെള്ളമെല്ലാം ഉള്ളതാണ്. ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം.
ഇതെല്ലാം ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കുറുകി തുടങ്ങുമ്പോഴത്തേക്കും ഇതിങ്ങനെ തെറിച്ച് തുടങ്ങും. ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തെറിച്ച് തുടങ്ങും. അപ്പോഴത്തേക്കും നമുക്കൊന്ന് അടപ്പ് വെച്ച് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്കൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം കൂട്ടി വെക്കരുത്. പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കൂട്ടി വെക്കരുത്. എങ്കിൽ പിന്നെ ഈ ശർക്കരയും അതുപോലെ തന്നെ ഇഞ്ചിയെല്ലാം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോയിട്ട് അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും. അതിൻ്റെ പേരിൽ മീഡിയം ഫ്ലെയിമിൽ അല്പം കൂടി കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിതൊന്ന് ചെയ്തെടുക്കാനായിട്ട്. നമ്മളിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത കംപ്ലീറ്റ് വെള്ളവും ഒന്ന് വറ്റി കിട്ടുമ്പോഴത്തേക്കും പിന്നീട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തെറിച്ച് വരുന്നത് അതൊന്ന് മാറി കിട്ടിക്കോളും. ഇതിപ്പോൾ ഇതിലെല്ലാ വെള്ളവും വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഞാനിപ്പോൾ ഇതൊരു നോൺ സ്റ്റിക്കിൻ്റെ കടായാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പേരിൽ അടുക്കി പിടിക്കും എന്നുള്ള പേടിയില്ല. പക്ഷേ അതല്ല ഒരു സ്റ്റീലിൻ്റെയോ അലുമിനിയത്തിൻ്റെ കടായിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം കേട്ടോ, അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി മിഠായി എല്ലാം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ സൈഡിലൊന്നും മുട്ടിപ്പിടിക്കാതെ ഇതുപോലെ ചെറിയ ബോൾ പോലെ ഇങ്ങനെ ഉരുണ്ട് തുടങ്ങും. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്നൊരു അല്പം മാത്രം എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമ്മളിങ്ങനെ കൈവച്ചെടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ ബോൾ പോലെ ഇങ്ങനെ ഉരുണ്ട് വരണം. ഇതാണ് നമ്മുടെ ഇഞ്ചി മിഠായി ഇപ്പോൾ ഒരു ട്രേയിലേക്ക് മാറ്റാൻ സമയമായി എന്നുള്ള ആ ഒരു സമയം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാൻ. ഫ്ലെയിം ഇനി വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ട്രേ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മുടെ ട്രേയിലേക്കെല്ലാം ഒന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഷേപ്പാക്കി എടുക്കണം. കഴിയുന്നത് പോലെ മാത്രം ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്താൽ മതിയാവും. നല്ലതുപോലെ എല്ലാം ഒരു ഈവനായിട്ടൊന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം പിന്നെ വേണ്ടതിന് പുറം ഭാഗം മുകളിലത്തെ ഭാഗവും ചെറുതായിട്ട് ഇങ്ങനെ ആ ഒരു ഷേപ്പ് ഇല്ലാതിരിക്കും. അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂണിൽ ഒരു സ്പാച്ചിലയിൽ ഒരല്പം എണ്ണയോ നെയ്യോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒരല്പം ഷേപ്പൊക്കെ ഒന്ന് കിട്ടിക്കോളും. അപ്പോൾ ഇതിൻ്റെ പേരിലാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് കേട്ടോ. ഈ സമയം തന്നെ നല്ല കട്ടിയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. 1 മിനിറ്റ് പോലും ആയിട്ടില്ല നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇത് കട്ടിയായി തുടങ്ങും. അപ്പോൾ ഇനി വേണ്ടത് ഒരു 2 മിനിറ്റ് കേട്ടോ. ആകെ മൊത്തം ഈ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മളിത് ചെറുതായിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുന്ന സമയത്ത് കത്തിയിലേക്ക് ഒരു അല്പം എണ്ണയോ നെയ്യോ ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കിട്ടിക്കോളും. അതുപോലെ തന്നെ ഓരോ സമയവും ആ കത്തിയിലേക്ക് ബാക്കി വരുന്ന ആ ഒരു അല്പം അതൊന്ന് ഒരു തുണി വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം ഓരോന്നൊന്ന് വരഞ്ഞു കൊടുത്തേക്കണം. നമ്മുടെ ഇഞ്ചി മിഠായി എല്ലാം ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നല്ലതുപോലെ തണുത്ത് തുടങ്ങിയിട്ടില്ല. നല്ല രീതിയിൽ തണുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റായി തുടങ്ങും. എന്നാലും നമ്മൾ ശർക്കര ചേർത്തിട്ടുള്ളതിൻ്റെ പേരിൽ ഈ യെല്ലോയിഷ് കളറിൽ തന്നെ ഉണ്ടാവും. ശർക്കര ചേർക്കാതെയാണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ വെറും പഞ്ചസാര മാത്രമാണെന്നുണ്ടെങ്കിൽ നല്ല വൈറ്റ് കളറിലായിരിക്കും നമ്മുടെ ഇഞ്ചി മിഠായി കിട്ടുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് എപ്പോഴും ശർക്കര ചേർത്തിട്ട് തയ്യാറാക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഉറപ്പായിട്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒന്നായിരിക്കും. ഏകദേശം ഒരു 3-4 മാസം വരെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കാവുന്നതാണ്. ഒട്ടും തന്നെ കേടാകാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇഞ്ചി മിഠായി കഴിച്ച കാലമൊക്കെ മറന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീട്ടിലെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായില്ലേ എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷെയർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.